ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം ആഷിഖ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ അൺബോക്സ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ESportsന്റെ H7 ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആണ് ഗൈസ്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള സൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട് ഗൈസ്. പിന്നെ USB ഒരു ജാക്ക്, 50mm നല്ല സ്പീക്കറാണ് ഗൈസ്. ഡീപ്പ് ബാസ് ആണ്, സോഫ്റ്റ് എയർപോർട്സ് ആണ്, പിന്നെ മാത്രമല്ല ബ്രൈറ്റഡ് ആയിട്ടുള്ള കേബിളാണ്. പിന്നെ ഗൈസ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ LED ലൈറ്റിംഗ്, മൾട്ടി കളർ ലൈറ്റിംഗ് ഉള്ള ഹെഡ്ഫോണാണ് ഗൈസ്. പിന്നെ ഇതൊരു മൾട്ടി യൂസേജിനുള്ള ഒരു ഹെഡ്ഫോൺ ആണ്. ഇത് മാക്, എക്സ്ബോസ്, PS4, ഫോൺ, ടാബ്ലറ്റ്, ഡെസ്ക്ടോപ്പ് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെഡ്ഫോൺ ആണ്. പിന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ കുറഞ്ഞ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, സ്പെഷ്യൽ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ നോക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു വിവരണം എൻ്റെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നോയിസ് ക്യാൻസലേഷൻ മൈക്ക്, അതേപോലെ ഓളിയം കൺട്രോൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് MRP കൊടുത്തിട്ടിരിക്കണ 3999 MRP കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ എവിടെയാണ് ഇത് മാനുഫാക്ചറിങ് ചെയ്തതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിനകത്ത് ആമസോണിൽ ഇപ്പോൾ ഓഫർ ഉണ്ട്. 1200 സംതിങ് രൂപയേ ഉള്ളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുക്കാം. പിന്നെ ഗൈസ്, അപ്പോൾ ഓക്കെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉള്ളത്, ESports എന്നും പറഞ്ഞ് നമ്മുടെ ഹെഡ് ബാൻഡിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഹെഡ്സെറ്റിൻ്റെ. പിന്നെ അത് എടുക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡ് രൂപത്തിലാണ് സംഭവം ഉള്ളത്. അപ്പോൾ ഹെഡ്ഫോണിൻ്റെ സ്റ്റാൻഡ് മേടിക്കാനൊക്കെ ഇപ്പോൾ തൽക്കാലം നിൽക്കേണ്ട, തൽക്കാലം ഇത് തന്നെ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ അകത്ത് 2 പേപ്പറുണ്ട്. ഒന്ന് അതിൻ്റെ യൂസർ മാനുവലാണ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാറണ്ടി കാർഡും ഉണ്ട്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ESportsന്റെ ഒരു വെൽക്കം ടു ESports എന്നൊക്കെ പറഞ്ഞ ഒരു കാർഡുണ്ട്, ഒരു യെല്ലോ കാർഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഹെഡ്സെറ്റിലേക്ക് വരുവാണെങ്കിൽ ആദ്യം നോക്കുവാണെങ്കിൽ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആണ് ഗൈസ്. അപ്പോൾ നല്ല ലുക്കാണ്, നല്ല ഡിസൈനാണ്, കാണാൻ നല്ല സെറ്റപ്പ് ഉണ്ട്. ESports എന്നുള്ള അതിൻ്റെ എഴുത്തൊക്കെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ മാത്രമല്ല അതിൻ്റെ ഹെഡ് ബാൻഡ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ മാത്രമല്ല അതിൻ്റെ ഇയർ പാഡ്സും കൂടി വരുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. നമ്മൾ ഓവർ ഇയർ പാഡ്സ് ആണ്, 2 ഇയർ പാഡ്സ് ആണ്, നല്ല സോഫ്റ്റ് ആണ്. മാത്രമല്ല നമ്മുടെ ചെവിക്കൊക്കെ നല്ല സെറ്റപ്പാണ്, സറൗണ്ടിങ് ആയിട്ടുള്ള സൗണ്ടാണ് ഗൈസ്. നല്ലൊരു സ്പീക്കറാണ്. പിന്നെ ഗൈസ്, പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് ചെവിക്കകത്ത് സാധനം വെക്കുമ്പോൾ ചെവി ഫുള്ള് കവർ ചെയ്യുന്നതുകൊണ്ട് നല്ല വേർപ്പ് വരുന്നത് കൊണ്ട് ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ട്. നിങ്ങൾക്ക് ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ നോക്കുവാണെങ്കിൽ ഗെയിമേഴ്സിനൊക്കെ ഒരു അടിപൊളി സാധനമാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ മൈക്ക് നോയിസ് ക്യാൻസലേഷൻ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൈക്കാണ് ഗൈസ്. 360 ഡിഗ്രി ഇവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കാണ്. പിന്നെ ഗൈസ് ഇതിൻ്റെ വയർ നല്ല ക്വാളിറ്റി വയറാണ്, ബ്രൈഡഡ് കേബിളാണ് ഗൈസ്. മാത്രമല്ല നമ്മുടെ ഹെഡ്ഫോണിൻ്റെയോ അല്ലെങ്കിൽ ചാർജറിൻ്റെയോ സാധാ ചാർജറിൻ്റെ കേബിൾ പോലത്തെ കേബിളല്ല, നല്ല ക്വാളിറ്റി കേബിളാണ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഒരു USB ജാക്കും പിന്നെ 2 ഹെഡ്ഫോൺ ജാക്കാണുള്ളത്. USB ജാക്ക് കുത്തുമ്പോഴാണ് ലൈറ്റ്നിങ് ഒക്കെ വരുന്നത്. പിന്നെ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ വെറും സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് ഒരു ഹെഡ്ഫോൺ ജാക്കും ഒരു മൈക്കിൻ്റെ ജാക്കുമാണ് ഉള്ളത്. പിന്നെ ഏകദേശം വയർ നല്ല നീളമുള്ള ഗൈസ്, ഏകദേശം 2 സംതിങ് എത്രയോ മീറ്റർ ഉണ്ട് ഗൈസ് വയർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കാം. നമ്മുടെ ഒരു പയ്യനെ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഹെഡ്സെറ്റും വെച്ച് കണ്ട ഗൈസ്, നല്ല ലുക്കാണ്. ഗെയിമേഴ്സിനൊക്കെ പറ്റുന്ന ഒരു ഗെയിമിംഗ് ഹെഡ്ഫോണാണ് ഗൈസ്. ESports എന്ന് എഴുതിയേക്കണം എൻ്റെ ഭാഗവും അതിന് ചുറ്റുള്ള ഭാഗം RGB ലൈറ്റിനിങ് കണ്ടോ ഗൈസ്, മൾട്ടി കളർ. അതാണ് ഗൈസ് എൻ്റെ ഹൈലൈറ്റ്. പിന്നെ മാത്രമല്ല മൈക്കിൻ്റെ അവിടെ ഫ്രണ്ടിൽ ഒരു റെഡ് കളർ ലൈറ്റിനും കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്ന രശ്മി ആഷിഖ് സൈനിങ് ഓഫ്. എങ്ങനെയുണ്ട്? പൊളിയാണോ? ഹെഡ്സെറ്റ് ആണ് പൊളി.